പരിപാവനമായ ഷഅബാൻ, ആ ഷഅബാൻ മാസത്തിൻ്റെ ഇന്നത്തെ ഈ ദിവസം മുതൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ വളരെയധികം പുണ്യമുള്ള 2 ചെറിയ കാര്യങ്ങൾ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത കിട്ടുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന 2 ചെറിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കണോ? ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി അത് പറയുന്നുണ്ട്. ചില ആളുകൾ ഒരുപക്ഷെ ഇത് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവർക്കറിയില്ല ഞങ്ങൾക്ക് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഏതാണ് ആ കാര്യം? നമുക്കൊന്ന് കേട്ടാലോ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും പ്രവാചകന്മാരുടെ ദുആകളിൽപ്പെട്ട ഒരു ദുആയും വിശുദ്ധമായ ഖുർആനിലെ പ്രഗൽഭമായ ഒരു ആയത്തും എല്ലാമായ ഒരു വചനം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരാൾ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ വിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ അത്ഭുതപ്പെടുത്തുന്ന ദുആ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. ഇന്ന് തൊട്ടത് പതിവാക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതാണ് ആ ദുആ, എന്താണ് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഈ ഷഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ, അൽഹംദുലില്ലാഹ് ഇന്നും പലർക്കും നോമ്പായിരിക്കും. നാളെ വ്യാഴാഴ്ച പലരും നോമ്പ് പിടിക്കാൻ കരുതിയിട്ടുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പിടിക്കുന്ന നോമ്പുകളെ, അതുപോലെ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ എല്ലാം റബ്ബ് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകി നമ്മളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൻ്റെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ, അതായത് ഷഅബാൻ മാത്രമല്ല റമദാനിലും അതല്ലാത്ത ദിവസങ്ങളിലും നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ. എന്നാൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, എങ്ങനെ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, അതിനേക്കാൾ മഹത്വമുള്ള 2 കാര്യം. ഒന്നാമത്തേത് എന്താ? നിസ്കാരത്തെപ്പറ്റി നമുക്കറിയാം അല്ലേ. നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് പൈസയില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല, അവനിക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഒരാൾക്ക് സമ്പത്തില്ല, പൈസയില്ല, സക്കാത്ത് വേണ്ട. ഒരാൾക്ക് ആരോഗ്യമില്ല, എപ്പോഴും രോഗമാണ്, നോമ്പ് വേണ്ട. അതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. പക്ഷെ ഒരാൾക്ക് ആരോഗ്യമില്ല, രോഗിയാണ്, പൈസയില്ല, അതുപോലെ ജോലിയില്ല, വീടില്ല, ഒന്നുമില്ല. എന്തില്ലെങ്കിലും അവനിക്ക് ബോധമുണ്ടോ, ബുദ്ധിയുണ്ടോ? എന്ത് നിർബന്ധം? മുസ്ലിമാണെങ്കിൽ നിസ്കാരം നിർബന്ധം. അതാണ് മറ്റ് ഇബാദത്തുകളേക്കാൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. വിശുദ്ധമായ ഇസ്ലാമിൽ ഏത് ആളാണെങ്കിലും, അതായത് യാത്ര ചെയ്യുന്നവനാവട്ടെ, രോഗിയാവട്ടെ, എന്ത് അവസ്ഥയിലുള്ളവരാണെങ്കിലും നിസ്കാരം നിർബന്ധമാണ്. പലപ്പോഴും ഞാൻ പള്ളിയിൽ കാണാറുണ്ട്, അതായത് നമ്മളൊക്കെ ഈ ഫ്രീക്കന്മാരെന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ, ഫ്രീക്കന്മാർ, മുടിയൊക്കെ വളർത്തി, പിന്നെ ഷർട്ടൊക്കെ, ചെറിയ ഷർട്ടും വലിയ പാൻറ്റൊക്കെ ധരിക്കുന്നു. ഇപ്പോൾ അങ്ങനെയാണല്ലോ ഫാഷൻ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നതും നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ദ്വാരക്കുന്നതൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അതായത് നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മൾ അവരെ തള്ളിയാലും പലരും അവരൊക്കെ നിസ്കാരമുള്ളവരാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അവൻ എവിടെയാണ്? അപ്പോൾ ഞാൻ LLBക്ക് പഠിക്കുവാണ്, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് പഠിക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വന്നതാണ്, വീട് മലപ്പുറത്താണ്, വീട് കൊല്ലത്താണ്, വീട് കർണാടകയിലാണ്. അങ്ങനെ പലരും പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഏത് സമയത്തും നമുക്ക് നിർബന്ധമായ, അത് തണുപ്പാവട്ടെ ചൂടാവട്ടെ, ഏത് കാലാവസ്ഥയിലും ഏത് അവസരത്തിലും നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിസ്കാരം, ഫർള് നിസ്കാരമല്ല, ഫർള് നിസ്കാരത്തെ മാറ്റി നിർത്തിയാൽ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ, ആ സുന്നത്തായ നിസ്കാരങ്ങൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട്. എന്തിന്? 2 കാര്യത്തിന്. അതേതാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. ഒന്നാമത്തെ കാര്യം, വല അൻ തഗ്ദൂ ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഉമില ബിഹി ഔ ലം യുഅമൽ ഖൈറുൻ മിൻ അൻ തുസല്ലി അൽഫ റക്അ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നു, ഒരു ഉസ്താദ് ഒരു നല്ല കാര്യങ്ങൾ പറയുന്നു, അത് കേൾക്കാൻ വേണ്ടി ആ മജ്ലിസിൽ പോയി ഇരുന്നു. എന്നിട്ട്
ആ പറയുന്ന കാര്യങ്ങൾ അയാൾ കേട്ടു, മനസ്സിലാക്കി, ആ പറഞ്ഞ കാര്യങ്ങൾ അയാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എങ്കിൽ ആ ഇരുന്ന സമയമുണ്ടല്ലോ, ആ ക്ലാസ്സിൽ ഇരുന്ന സമയം, ചിലപ്പോൾ 20 മിനിറ്റോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എത്രയാണോ അവൻ ഇരുന്നത്, ആ സമയത്ത് 1000 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് ഒരുപക്ഷെ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ? അരമണിക്കൂർ കൊണ്ട് 1000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ പറ്റിക്കൊള്ളുന്നില്ല. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ പോയി ഇരുന്നാൽ മതി. ഉസ്താദേ, ഇതേ ഉസ്താദിൻ്റെ മജ്ലിസ് കേൾക്കാനുള്ള ചില ഹദീസുകളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്, തന്ത്രമാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് നമ്മുടെ മജ്ലിസ് എന്നല്ല, ഇതുപോലുള്ള ഏത് ഇൽമിൻ്റെ മജ്ലിസ് ആവട്ടെ, ആ ഇൽമിൻ്റെ മജ്ലിസ് അത് ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈനായി നേരിട്ട് പോയി പങ്കെടുക്കുന്നതാവട്ടെ, എങ്ങനെയാണെങ്കിലും ദീൻ പറയുന്ന, അള്ളാനെ പറ്റി പറയുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട, നബിതങ്ങളുമായി ബന്ധപ്പെട്ട, ഇസ്ലാമുമായി ബന്ധപ്പെട്ട, നമ്മൾ അറിയേണ്ട മസ്അലകളുമായി ബന്ധപ്പെട്ട അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു മജ്ലിസിൽ പോയി ഇരുന്നാൽ അവൻ ഇരുന്നിട്ട് അതിൽ വെറുതെ ഇരുന്നിട്ട് ഉറങ്ങലല്ല, അവിടെ ഇരുന്ന് ആ പറയുന്നത് കേട്ട് അതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവനക്ക് എന്ത് കിട്ടുമെന്നാണ്? 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്നാണ്. ഇതിൻ്റെ അപ്പുറം എന്ത് വേണം? അപ്പോൾ നമ്മുടെ മജ്ലിസ് വെറുതെയാണോ? നമ്മുടെ ഈ രാവിലെ ഉള്ള മജ്ലിസ്, ഞാനിത് പറയുന്നത് വെറുതെയാണോ? നിങ്ങൾ കേൾക്കുന്ന വെറുതെയാണോ? ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് വെറുതെയാണോ? അല്ല, ഇതുപോലെ ഒരു അമൽ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിക്കേ അല്ലേ? നമ്മുടെ ചാനലിൽ തന്നെ രാവിലെ നമ്മുടെ മജ്ലിസ് ഉണ്ട്, അതുപോലെ വൈകിട്ട് നമ്മൾ കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ 2 മജ്ലിസായി. അപ്പോൾ അങ്ങനെ നോക്കൂ, ഈ 2 മജ്ലിസും പങ്കെടുക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും കിട്ടുന്നത് ഒരു ദിവസം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ്. അപ്പോൾ എവിടെ നിൽക്കുന്നു? ഇത് പുണ്യമായ ശഅബാൻ മാസമാണ്. ഒരു നന്മ ചെയ്താൽ ഇരട്ടി അല്ലാഹു തആല പ്രതിഫലം തരുന്ന മാസമാണ്. ഇനി വരുന്ന റമദാൻ ഒരു ചെറിയ നന്മ ചെയ്താൽ 70, 700, 7000 ഒക്കെയായി ഇത് ഇരട്ടി പ്രതിഫലം തരുന്ന ദിനങ്ങളാണ്, മാസമാണ്. അപ്പോൾ ഈ ഒരു മജ്ലിസിൻ്റെയൊക്കെ ഒരു മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത്ര വലിയ മഹത്വമുള്ള മജ്ലിസൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ മജ്ലിസ് കൊണ്ട്, നമ്മൾ ഈ മജ്ലിസ് കാണുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമ്മുടെ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാവാതിരിക്കുക. ഞാനത് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ ഉമ്മമാരും എന്നല്ല, ചില ഉമ്മമാർ, ചില സഹോദരിമാർ, അവരിങ്ങനെ ഇപ്പോൾ നമ്മുടെ മജ്ലിസ് കാണുന്നു, ഇത് കഴിഞ്ഞ് വേറൊരു ഉസ്താദിൻ്റെ മജ്ലിസ് അതിൽ പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞ് വേറൊരു ഉസ്താദിൻ്റെ മജ്ലിസ് അതിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ മജ്ലിസോടെ മജ്ലിസ്. വീട്ടിൽ മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയുണ്ട്, അല്ലെങ്കിൽ സുഖമില്ലാത്ത ചിലപ്പോൾ സഹോദരിയാ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഭർത്താവിൻ്റെ, അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോൾ വെള്ളം കൊടുക്കുക, മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊന്നും ചെയ്യാതെ മജ്ലിസ്, അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ഈ മജ്ലിസിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവിനും, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ മജ്ലിസ് കേൾക്കുന്നതിനേക്കാൾ പുണ്യമാണ്. അതുകൊണ്ട് ആ ഒരു നിർബന്ധമാണ്. ആ നിർബന്ധമായ കാര്യം ഒഴിവാക്കിയിട്ട് ഈ സുന്നത്തായ കാര്യം ചെയ്യാൻ നിൽക്കരുത്. അതെന്ന് വെച്ചാൽ അതും വേണം, ഇതും വേണം. പിന്നെ ചിലപ്പോൾ എൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ചില ഫെമിനിസ്റ്റുകളായ ആളുകളുണ്ടായി, എവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. അവർ പറയും, ഉസ്താദെ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട യന്ത്രങ്ങളാണോ എന്നൊക്കെ ചോദിച്ച് വന്നേക്കല്ലേ. അങ്ങനെ ഉസ്താദിൻ്റെ നെഞ്ചത്തേക്ക് കയറാനൊന്നും വരണ്ട. ഞാനിത് പറഞ്ഞത് മുഅ്മിനീങ്ങളായ ഉമ്മമാരോടാണ്. അവരെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലേ? നമ്മുടെ സദസ്സ് കാണുന്ന എല്ലാ ഉമ്മമാരും അവരൊക്കെ ദീനിനോട് താല്പര്യമുള്ളവരാണ്, അവരൊക്കെ ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്നവരാണ്, അവരൊക്കെ മുഅ്മിനീങ്ങളാണ്, അവർ നിസ്കരിക്കുന്നവരാണ്. ഇതുപോലുള്ള സുന്നത്തായ ഫർദായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് അവരുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത്, ഭർത്താവിനെ ഇഷ്ടപ്പെട്ട്, ഭർത്താവിനെ അനുസരിച്ച്, മക്കളെ ഇഷ്ടപ്പെട്ട്, ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ അവർക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ല ഉമ്മമാരാണ് നമ്മുടെ ക്ലാസ് കാണുന്നത്. അതുകൊണ്ട് അവരോടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഫെമിനിസ്റ്റുകളോട് നമുക്കൊന്നും പറയാനില്ല. പറഞ്ഞു വന്നത്, 1000 റക്അത്തുകളേക്കാൾ ശ്രേഷ്ഠത കിട്ടുന്ന പുണ്യമായ അമൽ ഏത്? ഒന്നാമത്തെ അമൽ എന്താണ്? ഇതുപോലുള്ള ദീനി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കൊക്കെ ഈ 2 കാര്യവും നമുക്ക് പ്രയാസമായ കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ അബൂ ദർ എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന 2 കാര്യം, അതിൽ ഒന്നാമത്തെ പറഞ്ഞു. രണ്ടാമത്തേത്, ലഅൻ തഗ്ദൂ ഫതഅല്ലമ ആയതൻ മിനൽ കിതാബി ഖൈറുൽ ലക മിൻ അൻ തുസല്ലി 100 റക്അ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നാണ് ഉദ്ദേശിക്കുക. രാവിലെ ഒരു പെണ്ണോ ആണോ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഒരു ആയത്ത്, ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു ആയത്ത് അത് പഠിച്ചു, അത് കാണാതെ പഠിച്ചു,
അതിൽ കണ്ട് ഓതാൻ പഠിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. എന്നാൽ അവനിക്ക് കിട്ടുന്നത് എന്താണ്? അവനിക്ക് കിട്ടുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, എന്താ കൂലി! വിശുദ്ധമായ ഖുർആനിൽ ചെറുതും വലുതുമായ ഒരുപാട് ആയത്തുകളുണ്ട് അല്ലേ? യാസീൻ അതൊരായത്താൻ, സ്വാദ് അതൊരായത്താൻ, നൂൻ അതൊരായത്താൻ, അലിഫ് ലാം മീം അതൊരായത്താൻ, ഹാമീം അതൊരായത്താൻ, ആയത്തുൽ കുർസി അതൊരായത്താൻ. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തെ ആയത്ത് അതും ഒരായത്താൻ. അപ്പോൾ വലുതായ ചെറുതായ ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആനിലെ ഇതൊരു ചോദ്യമല്ല, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. വിശുദ്ധമായ ഖുർആനിലെ 6666 പരം വരുന്ന ആയത്തുകളുണ്ട് അല്ലേ? ആ ആയത്തുകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഏറ്റവും വലിയ ആയത്ത് അതേതാണെന്നറിയോ? സൂറത്തുൽ ബഖറയിലാണ് ആ ആയത്തുള്ളത്. ആ ആയത്തിൻ്റെ പേര് ആയത്തുദ്ദൈൻ എന്നാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുള്ളത് സൂറത്തുൽ ബഖറയിലാണ്. ആ ആയത്തിൻ്റെ പേര് ആയത്തുദ്ദൈൻ എന്നാണ്. ഏകദേശം ഒരു പേജ് ഉണ്ടെന്നാണ്. പല ഖുർആനിലും പല രൂപത്തിലാണ്. ചില ഖുർആനിൽ ഒരു പേജും പിന്നെ ഒരു അല്പവും കൂടിയുണ്ട്. ചില ഖുർആനിൽ ഒരു പേജ് തികച്ചുണ്ട്. അത്രമാത്രം വലിപ്പമുള്ള, ചില ഖുർആനിൽ ഒരു മുക്കാഭാഗം, അങ്ങനെ പല ഖുർആനിലും പല ശൈലിയാണല്ലോ. അപ്പോൾ വലിയ ദൈർഘ്യമുള്ള ആയത്താണ്. ആയത്തുദ്ദൈൻ എന്നാണ് അതിന് പറയുക. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഈ കടമിടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ വലിയ ആയത്തിൽ പറയുന്നത്. ഇനി ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതാണ് ഖുർആനിലെ ഏറ്റവും കുഞ്ഞൻ സൂറത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഖുർആൻ ഒരൊറ്റ വരിയിൽ തീരുന്ന സൂറത്താണ് അതല്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒറ്റ വരിയാണ്. ചില ഖുർആനിൽ ഒരു വരിയും ഒരല്പം കൂടി ഉണ്ടാകും. മിക്ക ഖുർആനിലും, ഗൾഫ് ഖുർആനിലൊക്കെ ഒരൊറ്റ വരിയാണ് ആ സൂറത്തുള്ളത്. അപ്പോൾ 3 ആയത്തുള്ള സൂറത്താണ് സൂറത്തുൽ കൗസർ. ഏറ്റവും കുഞ്ഞൻ സൂറത്താണ്. 3 ആയത്തുള്ള 3 സൂറത്ത് ഖുർആനിലുണ്ട്. 3 ആയത്തുള്ള 3 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ കൗസർ, ഇപ്പം നമ്മൾ പറഞ്ഞ സൂറത്ത്. രണ്ടാമത്തേത് സൂറത്തുൽ അസ്ർ. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മൂന്നാമതായി സൂറത്തുൻ നസ്ർ. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. 3 ആയത്തുള്ള സൂറത്ത്. 3 ആയത്തുള്ള 3 സൂറത്ത് ഖുർആനിൽ. ഒന്ന് സൂറത്തുൽ കൗസർ, 2 സൂറത്തുൻ നസ്ർ, മൂന്നാമത്തേത് സൂറത്തുൽ അസ്ർ. അതൊരു പറഞ്ഞു വന്നപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള 2 അമല്. ഒന്നാമത്തേത് ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുക മാത്രമല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യുക. രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഒരു ആയത്ത് അത് പഠിക്കുക. അത് കാണാതെ പഠിക്കാൻ പറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ കണ്ട് ഓതാനെങ്കിലും പഠിക്കുക, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. ഒരു സൂറത്ത് പഠിച്ചാലാണ് 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. അങ്ങനെയല്ല, ഒരായത്താണ് അത്. ആയത്തെന്ന് പറഞ്ഞാൽ ചെറുതാവട്ടെ വലുതാവട്ടെ, ഏതായത്ത് പഠിച്ചാലും ഇതുപോലെ 1000 റക്അത്ത് നിസ്കരിച്ചതിനേക്കാൾ പുണ്യമാണ്. എത്രയാ പ്രതിഫലം! അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ശഅബാനാണ്, റമദാൻ വരികയാണ്. ഇപ്പോഴേ നമ്മൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങുക. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ മജ്ലിസൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. രാവിലത്തെ കാണുന്നുണ്ട്, വൈകുന്നേരത്തെ കാണുന്നുണ്ട്. അതൊക്കെ ഖൈറാണ്. അത് കാണുക മാത്രമല്ല, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാവണം. അങ്ങനെ ചെയ്താൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമാണ്. രണ്ടാമത്തത് ഖുർആൻ എടുക്കുക, വിശുദ്ധമായ ഖുർആൻ. അത് ഓതാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ പഠിക്കാനോ അത് മനസ്സിലാക്കാനോ ശ്രമിക്കുക. ഒരു ആയത്ത് പഠിച്ചാൽ കിട്ടുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമാണ്. ഇനി എൻ്റെ ഉമ്മമാരെ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യം രണ്ടാമതായി നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഖുർആനിലെ ഒരു ആയത്ത് പഠിക്കുക അല്ലേ? ഞാനൊരു ആയത്ത് പറഞ്ഞുതരാം. വിശുദ്ധമായ ഖുർആനിലെ പുണ്യമായ ഒരു ആയത്താണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊരു ദിക്റല്ല ഉസ്താദേ? ദിക്റുമാണ്. അത് ഖുർആനിലെ ഒരു ആയത്തുമാണ്. അതൊരു ദുആയാണ്.
അതൊരു ഇസ്തിഗ്ഫാറാണ്, അതൊരു തൗബയാണ്. ഈ വചനം എൻ്റെ ഉമ്മമാരെ നിത്യമാക്കിക്കോ, ഒരുപാട് കൂലിയാണ്. ഈ വചനം നമ്മൾ ഒഴിവാക്കാനേ പാടില്ല പരിശുദ്ധമായ ശഅബാനിൽ. കാരണം ഒരുപാട് കണ്ട് നമ്മളിത് പറഞ്ഞാൽ അത്രമാത്രം നബിതങ്ങൾ അത്രമാത്രം നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാവിൽ നിന്ന് വന്ന ഈ പ്രാർത്ഥന, ഈ ദുആ എൻ്റെ ഉമ്മത്തിങ്ങൾ നിത്യമാക്കണമെന്നാണ് നബി തങ്ങളുടെ ആഗ്രഹം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു, സ്വഹാബത്തെ, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഒരു കെലിമത്തിനെ പഠിപ്പിച്ചു തരാം, ഒരു ആയത്ത് പഠിപ്പിച്ചു തരാം. ഒരാൾ വിഷമമുള്ള, സങ്കടമുള്ള, പ്രയാസമുള്ള, ദുഃഖമുള്ള, രോഗമുള്ള സമയത്ത് അത് മാറ്റിത്തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ആ വചനം പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ആ കെലിമത്ത് എൻ്റെ സഹോദരനായ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയപ്പോൾ പറഞ്ഞ വാക്കാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരുപാടുണ്ട് ഈ ഒരു ദിക്ർ. അതായത് നബി തങ്ങൾ വീണ്ടും പറയുന്നു, അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിന് 99 പേരുണ്ടല്ലോ, ഉണ്ട്. അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട്. ആരെങ്കിലും ആ ഇസ്മിനെ മുൻനിർത്തി ദുആ ചെയ്താൽ അവൻ്റെ ദുആക്ക് ഉത്തരം കിട്ടും. സ്വഹാബിമാർ ചോദിച്ചു, ഏതാണ് നബി ആ ഇസ്മ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അത് യൂനുസ് നബി, എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. അപ്പോൾ യൂനുസ് നബിയുടെ ദുആയാകുന്ന ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇതൊരു ആയത്താണ്. ആ ആയത്തിനെ മുൻനിർത്തി, അതായത് ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്ത് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്നാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമായിട്ടുള്ളതല്ല, നമുക്കെല്ലാവർക്കും അത് പറയാൻ പറ്റുന്നതാണ് എന്നൊക്കെ നബിതങ്ങൾ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു രോഗിയായ മനുഷ്യൻ 40 പ്രാവശ്യം അവൻ്റെ രോഗത്തിൽ കിടന്നിട്ട് ഈ ഒരു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദുആ പറഞ്ഞാൽ അവൻ്റെ രോഗം അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. ഇനി രോഗം മാറ്റാനല്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അവൻ ആ രോഗത്തിൽ തന്നെ മരിക്കാനാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ഷഹീദിൻ്റെ കൂലി കൊടുക്കുമെന്ന് പോലും മഹത്വക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, പരിപാവനമായ ശഅബാൻ, ഈ ശഅബാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രയാസ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ദുആ. അല്ലേ, എത്രയോ നബിതങ്ങളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. നബിയോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, മാറാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു കൊടുത്ത ദുആയും ഇതാണെന്നാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നിശ്ചയമായി ഞാൻ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ, എൻ്റെ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇത് നിത്യമാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൻ്റെ ഇനിയുള്ള എല്ലാ ദിവസവും ഒരു ദിവസം ഒരു 11 വട്ടമെങ്കിലും ഈ ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്, എല്ലാത്തിനും പറ്റിയൊരു വചനമാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. നമ്മളിത് പറയുക, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഅബാൻ മാസത്തിൻ്റെ മുഴുവൻ ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള നന്മകളും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആവസിയത്ത് പടച്ചോൻ, എത്രയോ ദുആവസിയത്താണ്, എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ എന്തുണ്ടോ അത് അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു തആല തന്നെ ആ പ്രയാസങ്ങൾ മാറ്റി നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.